നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന 8 നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും ഉണ്ടോ എന്ന് എല്ലാവരും നോക്കണേ. ഈശ്വരനെ സാക്ഷി നിർത്തി പറയുന്നു, ഈ നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ വീട്ടിലെ, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലവും ദുരിതവും തീരാൻ പോവുകയാണ്. ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ നക്ഷത്രക്കാർക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ്. വീട്ടിൽ കണ്ടകശനിയിലൂടെ കടന്നു പോകുന്ന ജാതക ദോഷക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ വീടിന് അതിൽ നിന്ന് മോചനമുണ്ടാകും. ആ വീട് രക്ഷപ്പെടും. വെച്ചടി ഐശ്വര്യം വന്നു ചേരുന്നതാണ്. ഇവരെ പുച്ഛിച്ചവരും ഇവരെ പരിഹസിച്ചവരും ഇവരെ എഴുതിത്തള്ളിയവരുമൊക്കെ നോക്കി നിൽക്കെ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വരും. ഇവർ വിജയിച്ച് കയറി വരും. ഇവരെ പുച്ഛിച്ചവർ അതേ നാവുകൊണ്ട് തന്നെ ഇവരെ വാഴ്ത്തിപ്പാടുന്ന ദിവസങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ഏതാണ്ട് ജൂൺ 26 ഞാൻ ഈ പറയാൻ പോകുന്ന 8 നാളുകാരുടെ ജീവിതത്തിൽ വലിയൊരു സമയമാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ആ 8 നക്ഷത്രക്കാരെ പറ്റിയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നതിനെ പറ്റിയാണ്. 8 നാളുകാരുണ്ട്, ഞാനിവിടെ പറയാം, കേട്ടു നോക്കൂ. ഇതിൽ ഒരു നക്ഷത്രക്കാരനെങ്കിലും, അതിപ്പം മക്കളാകാം, കുടുംബനാഥനാകാം, നാഥയാകാം, ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്കും കുടുംബത്തിനും തീർച്ചയായിട്ടും ലഭിക്കുന്നതുമായിരിക്കും. ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. നക്ഷത്രങ്ങൾ ഒന്നൊന്നായി പറയാം. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതം നിലവിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും ഉറയ്ക്കാതെ ജീവിതം ഇങ്ങനെ അലതല്ലി നടക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ നിങ്ങളുടെ വീട്ടിൽ രോഹിണിക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ. എങ്ങും ഉറയ്ക്കാത്ത പ്രകൃതമായിരിക്കും. ജീവിതം ഇങ്ങനെ അലതല്ലി നടക്കുമായിരിക്കും. ഒരു കരയ്ക്കെടുക്കാതെ, അല്ലെങ്കിൽ ജീവിതത്തിനൊരു സ്ഥായിയായ ഒരു ഭാവമില്ലാതെ, ഒന്നിലും ഉറയ്ക്കാതെ ജീവിതം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വീഴ്ചകളും ഉയർച്ചകളും വീണ്ടും വീഴ്ചകളും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒന്ന് പച്ച പിടിച്ച് ദൈവമേ എന്ന് കരുതി മുന്നോട്ട് വരുമ്പോഴായിരിക്കും വലിയൊരു വീഴ്ച ഉണ്ടാകുന്നത്, അല്ലെ ജീവിതത്തിൽ ഒരു വലിയ ദുർഘട അവസ്ഥ ഉണ്ടാകുന്നത്. അതിലൂടെ വീണ്ടും ശങ്കരൻ തെങ്ങേൽ തന്നെ എന്ന് പറയുന്ന രീതിയിൽ വീണ്ടും ജീവിതം താഴേക്കിടയിലേക്ക് പോവുകയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ തന്നെ ജീവിതമായിട്ടൊരു മൽപ്പിടുത്തമായിരിക്കും, അല്ലെങ്കിൽ ഒരു പോരാട്ടമായിരിക്കും ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിത സമസ്യകളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പോരാട്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും രോഹിണിക്കാരുടേത് എന്ന് പറയുന്നത്. ആ രോഹിണിക്കാരുടെ ജീവിതത്തിൽ ആ ദുരിതങ്ങൾ, ഉയർച്ച താഴ്ചകളൊക്കെ മാറി ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഈ ജൂൺ 26 വരാൻ പോകുന്നത് എന്ന് പറയുന്നത്. എൻ്റെ നാവ് പൊന്നാകട്ടെ, നാവിൽ ഭഗവതി വിളങ്ങിക്കൊണ്ട് ഭഗവതിയെ സാക്ഷിയാക്കി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ, ഈശ്വര അനുഗ്രഹത്തിൻ്റെ ചില സാധ്യതകൾ തെളിഞ്ഞു കിട്ടാൻ പോവുകയാണ് കേട്ടോ. ഒപ്പം ശനിപ്രീതിയും വരുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടിൽ കാക്കയ്ക്കൊക്കെ ആഹാരം നൽകണം. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ വിളക്ക് കൊളുത്തുന്നവർ ശനിയാഴ്ച ദിവസം ഓം ശനീശ്വരായ നമ എന്ന മന്ത്രം 108 തവണ ചൊല്ലി വിളക്ക് തൊഴണം കേട്ടോ രോഹിണിക്കാർ. ശനി ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കിട്ടും. നിങ്ങൾക്കിനി എത്ര വലിയ ദോഷ സമയമാണ്, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു നാളുകാരുടെ ദോഷം കൊണ്ട് വീട് മൊത്തം കിടന്ന് വലയുകയാണെങ്കിൽ പോലും ആ ദോഷങ്ങളൊക്കെ പമ്പ കടക്കും എന്നുള്ളതാണ്. ശിവക്ഷേത്രം വീട്ടിനടുത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് നീല ശംഖുപുഷ്പ പൂവുകൊണ്ട് അർച്ചന നടത്തി വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരം. രോഹിണിക്കാരുടെ എല്ലാ ദുഃഖങ്ങളും ജഗദീശ്വരൻ അവസാനിപ്പിച്ചു കൊടുക്കാൻ പോവുക. വീട്ടിനടുത്ത് ശിവക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ പോയി തൊഴണം. എല്ലാ ശനിയാഴ്ച ദിവസവും ശനി ഭഗവാനവും ശനീശ്വരായ നമ ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി ഉയർച്ചയുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകും.
തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകും. തൊഴിലിൽ അഭിവൃദ്ധി, പേര്, പ്രശസ്തി, ഉയർന്ന സ്ഥാനമാനങ്ങൾ ഇതൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ ഏതൊക്കെ കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചലഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒരു വരമായി ജഗദീശ്വരൻ കയ്യിൽ വെച്ച് തരുന്ന ഒരു കാലം കൂടിയാണ് പിറക്കാൻ പോകുന്നത്. കുറിച്ച് വെച്ചുകൊള്ളൂ, ഈ ഒരു ജൂൺ മാസം 26 എന്നുള്ളത് 26 പുലരുന്നതോടുകൂടി ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാനുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കൂ. ഒക്കെ മംഗളമായി തീരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ നാവ് പൊന്നാകട്ടെ, പ്രവചനം തെറ്റില്ല. ഈശ്വരൻ സാക്ഷിയാക്കി, ഭഗവതി സാക്ഷിയാക്കി പറയുന്നു, നല്ലതേ വരുള്ളൂ. ഈ നാളുകാർക്കും അവരുടെ കുടുംബത്തിനും എല്ലാ ആശംസകളും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ ഉത്രട്ടാതിക്കാർ. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും ഉത്രട്ടാതിക്കാരുടെ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മനസ്സ് കരയുക എന്ന് പറഞ്ഞാൽ, പുറമേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി ഒരു ചിരിച്ച മുഖത്തോടു കൂടി അല്ലെ മുഖം എടുത്ത് അണിഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ. ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് അവസ്ഥകളുകൊണ്ട് നീറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കരയുക എന്ന് പറഞ്ഞാൽ നീറിക്കൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നീറിക്കൊണ്ടിരിക്കുക, ഓരോന്നാലോചിച്ച് മനസ്സൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. നീറിക്കൊണ്ട് അല്ലെങ്കിൽ മനപ്രയാസം കൊണ്ട് കിടന്ന് വലയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും കൈവിട്ടു പോയൊരവസ്ഥ ഉത്രട്ടാതിക്കാരുടെ കഴിഞ്ഞ കുറച്ച് കാലം എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. ജീവിതത്തിൽ പല കാര്യങ്ങളും കൈവിട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സാഹചര്യവശാൽ, ചിലപ്പോൾ അത് ധനത്തിൻ്റെ കുറവാകാം, ചിലപ്പോൾ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം, ചില കാര്യങ്ങളൊക്കെ ഏറ്റവും വലുത് എന്ന് കരുതിയത് കൈവിട്ട് കളയേണ്ടി വന്നിട്ടുണ്ട് ഉത്രട്ടാതിക്കാർ എന്നുള്ളതാണ്. ശരിയാണോ ഉത്രട്ടാതിക്കാരോട് ഞാൻ ഈ പറയുന്നത്? മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്നില്ലേ? ഒരുപാട് ഈശ്വരനെ വിളിക്കുന്നില്ലേ? ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ലേ? ഒരുപാട് മനസ്സ് നീറി വിളിക്കുന്നില്ലേ ഈശ്വരനെ? ആ വിളി കേട്ടു എന്ന് കരുതാം കേട്ടോ. ഈ ഒരു 26-ാം തീയതി കഴിയട്ടെ, കാര്യങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശനിപ്രീതിയുണ്ട്. വീട്ടിൽ വിളക്ക് വെച്ച് ശനി ഭഗവാനെ പ്രാർത്ഥിക്കണം. ഓം ശനീശ്വരായ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. വീട്ടിൽ കാക്കയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ആഹാരമൊക്കെ നൽകണം. ശനിപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. ശിവക്ഷേത്രം വീട്ടിനടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ശിവഭഗവാന് നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കണം. എല്ലാം കൊണ്ടും നന്നായി വരും കേട്ടോ ഉത്രട്ടാതിക്കാർക്ക്. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. മഹാദേവൻ്റെ അനുഗ്രഹവും ശനി ഭഗവാന്റെ അനുഗ്രഹവും ഒരുപോലെയുണ്ട്. ഉത്രട്ടാതിയുടെ ദുഃഖങ്ങൾ തീരാൻ പോവുകയാണ്. ഞാൻ ഈ പറയുന്നത് വെറും വാക്കാവത്തില്ല. ഉത്രട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഭഗവാന്റെ ഒരു എന്താ പറയുന്ന ഒരു ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും തൊട്ടറിയാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പം ധൈര്യമായിട്ടിരിക്കും. ഉത്രട്ടാതി നക്ഷത്രം ജഗദീശ്വരനുണ്ട്. ഞാൻ പറഞ്ഞത് അതുപോലെ വരും. നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ഒത്തിരി അനുഭവിച്ചു കേട്ടോ, ഒരുപാട് അനുഭവിച്ചു. കൂടെ നിന്നവരിൽ നിന്നും, ജീവിതത്തിൽ എല്ലാം എന്ന് കരുതിയവരിൽ നിന്നും, ഉറ്റവരിൽ നിന്നും, ഉടയവരിൽ നിന്നും ഒക്കെ, എന്തിനു പറയുന്നു, സ്വന്തം കുടുംബത്തിനകത്തുനിന്ന് പോലും പല രീതിയിലുള്ള മനപ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നവരാണ് ആയില്യം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഒരുപാട് അനുഭവിച്ചു. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്യംകാർ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് തരും. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മനപ്രയാസങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 5 വർഷത്തിനകത്ത് അനുഭവിച്ചു എന്നുള്ളത്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് മനസ്സുരുകി ഈശ്വരനെ വിളിച്ചിട്ടുണ്ട്. പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഈശ്വര എന്തിന് എനിക്ക് മാത്രം ഇത്രയധികം പരീക്ഷണങ്ങൾ, എന്നെ മാത്രം എന്തിനാ ഇത്രയധികം പരീക്ഷിക്കുന്നത്, നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ഭഗവാനോട് മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട് ചോദിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. പല രാത്രികളിലും ഉറങ്ങാതെ കിടന്ന് ചിന്ത ആലോചിച്ച് കരഞ്ഞ ഒരു അനുഭവം ആയില്യംകാരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യം കേട്ടോ. ആയില്യംകാർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം സത്യമുള്ള കാര്യമാണ്. മറ്റോ ആർക്കും അത് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ആയില്യംകാർ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ആ കണ്ണീരിൻ്റെ നനവ് ഇപ്പം പോലും കൺതടത്തിൽ ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രകാശം തെളിയാൻ പോവുക കേട്ടോ. ഒരുപാട് വർഷമായി ആയില്യംകാർ ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട്. ആ ആയില്യംകാരുടെ ജീവിതത്തിലേക്ക് ആ നിറപുഞ്ചിരി തിരിച്ചു വരാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. വീട്ടിലൊരു ആയില്യംകാരനോ ആയില്യംകാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ. ശിവപ്രീതി ഏറ്റവും കൂടുതൽ ഉള്ള സമയമാണ്. ശിവക്ഷേത്ര ദർശനമൊക്കെ ഏറ്റവും കെങ്കേമമാണ്. ഭഗവാനാണ് നിങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിനും
കാരണമാകാൻ പോകുന്നത്. ഒപ്പം ശനീശ്വരൻ്റെ അനുഗ്രഹമുണ്ട് കേട്ടോ. വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ മനപ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശനി ഭഗവാന്റെ കൃപയാൽ അതൊക്കെ മാറിക്കിട്ടുമെന്നാണ് കാണുന്നത്. ആ വീടിന് തന്നെ ശനി പ്രസാദിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടകശനിയുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ പോലും ഈ ശനിപ്രീതിയാൽ ആ കണ്ടകശനിയുടെ ദോഷങ്ങൾ മാറി നിൽക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ നക്ഷത്രം വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മറ്റു നക്ഷത്രക്കാർക്കും ഐശ്വര്യമായി തീരുമെന്ന് സാരം. തീർച്ചയായിട്ടും ഈശ്വരനെ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. ആയില്യത്തിന് തലവര തെളിയാൻ പോവുകയാണ്. ഈ ഒരു 26-ാം തീയതി എത്തിക്കോട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. എല്ലാം ഐശ്വര്യത്തിൻ്റെ തുടക്കമായി മാറുകയും ചെയ്യുന്നതാണ്. ധൈര്യമായിരിക്കൂ, നന്നായി വരും. അടുത്ത 4-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തംകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടത്തിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പോരാട്ടത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ, ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടത് എന്ന് കരുതിയ ചില കാര്യങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത്തം നക്ഷത്രം എന്ന് പറയുന്നത്. ദൈവമേ, ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിൻ്റെ തലവര തെളിഞ്ഞേനെ. ഞാൻ ആരുടെ മുന്നിലും പിന്നെ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയില്ലായിരുന്നു. എൻ്റെ ജീവിതം അതിൻ്റെ ഐശ്വര്യത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിയേനെ എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നേടാനായി വല്ലാതെ കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത്തം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഈശ്വര കൃപയാൽ കാണാൻ സാധിക്കുന്നത് ഈ 26-ാം തീയതി കഴിയുന്നതോടുകൂടി ആ സ്വപ്നങ്ങളൊക്കെ ഈശ്വരൻ സാക്ഷാത്കരിച്ചു തരുന്ന ഒരു കാലം പിറക്കാൻ പോവുകയാണെന്നാണ്. ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിരിക്കും. ആ മനപ്രയാസങ്ങളൊക്കെ ഒഴിയും, മുഖത്ത് പുഞ്ചിരി വിടരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ സങ്കടങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും പ്രാർത്ഥിച്ച് മഹാഗണപതി ഭഗവാനോടും പരമശിവനോടും നിങ്ങൾ പറയുക. ഭഗവാന്മാർ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും തീർത്തു തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. വീട്ടിനടുത്ത് ഗണപതി അമ്പലം ഉണ്ടെങ്കിൽ പോയി തൊഴുക, ശിവഭഗവാന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി തൊഴുക. എല്ലാത്തിലും ഉപരി ശനീശ്വരൻ്റെ അനുഗ്രഹവും കിട്ടുന്ന ഒരു നേരമാണ് ഈ 26-ാം തീയതിയോടുകൂടി പിറക്കാൻ പോകുന്നത്. സർവം മംഗളമായി കിട്ടും നിങ്ങളുടെ ജീവിതം. അത്തംകാരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ വർഷങ്ങളാണ് അങ്ങോട്ട് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് പൊന്നായി തീരും. ജഗദീശ്വരൻ രക്ഷിക്കുക തന്നെ ചെയ്യും. സർവൈശ്വര്യം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. ഒരു ശക്തിക്കും നിങ്ങളെ തകർത്ത് കളയാൻ സാധിക്കില്ല. ഇനി എത്ര വലിയ ശക്തികൾ വന്നാലും നിങ്ങളതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി വിജയിച്ച് കയറുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നശിച്ചു കാണണം, അല്ലെങ്കിൽ തകർക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുടെ നടുക്കാണ് ഈ വിശാഖം നക്ഷത്രം നിൽക്കുന്നത് എന്ന് പറയുന്നത്. ഒരുപാട് പ്രാക്കും വിളിയും ഒരുപാട് രീതിയിലുള്ള തകർന്നു കാണണം, നശിച്ചു കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ചുറ്റും ഈ വിശാഖക്കാരുടെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വിശാഖക്കാരുടെ ജീവിതം എടുത്ത് നോക്കിക്കേ. വിശാഖക്കാരുടെ ജീവിതത്തിൽ അവർക്ക് തുണയായി എന്നും അവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ പറയുന്ന ആളുകളൊന്നും, പുകഴ്ത്തുന്നവരായിക്കൊള്ളട്ടെ അല്ലെ ഇകഴ്ത്തുന്നവരായിക്കൊള്ളട്ടെ, ഇവരൊന്നും ഒരാപത്ത് സമയത്ത് ഈ വിശാഖക്കാർക്ക് ഒതുങ്ങിയിട്ടില്ല. വിശാഖക്കാർക്ക് എന്നും അന്യ ആളുകളും ചിലപ്പോൾ പല രൂപത്തിൽ ഈശ്വരനും മാത്രമേ സഹായത്തിനായിട്ട് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും ഉറ്റവരുടയവരെന്ന് പറയുന്നവർ പോലും പലപ്പോഴും പുച്ഛിച്ചും പരിഹസിച്ചും എഴുതിത്തള്ളിയും അവനെക്കൊണ്ടാവോ അവളെക്കൊണ്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെയുള്ള രീതിയിൽ ഇവരെ പരിഹസിച്ചിട്ടിരുന്ന, അല്ലെങ്കിൽ എഴുതിത്തള്ളിയിട്ടിരുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിൽ കാണാൻ സാധിച്ചത്. അവിടുന്ന് ഈശ്വരനെ മാത്രം പിടിച്ചുകൊണ്ടാണ് വിശാഖക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്, അവരുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പറയുന്നത്. ആ ഈശ്വരൻ ഇവരുടെ ജീവിതത്തിൽ അവതരിക്കാൻ പോവുകയാണ്. എന്തൊക്കെ മനപ്രയാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഈശ്വരനോട്, മഹാദേവനോട് പ്രാർത്ഥിക്കൂ, ശനീശ്വരനോട് പ്രാർത്ഥിക്കൂ. ഈ 26-ാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസങ്ങളാണ്. ജീവിതത്തിൽ ഈ പുച്ഛിച്ച പരിഹസിച്ച ആളുകളുടെ ഒക്കെ മുന്നിലൂടെ, നശിച്ച് കാണണമെന്ന് ഓരോ നിമിഷവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിലൂടെ തല ഉയർത്തി വിജയിച്ച് തന്നെ വിശാഖം നക്ഷത്രം പോകും. സർവം ഗംഭീരമായി വരികയും ചെയ്യുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാരുടെ നക്ഷത്രത്തിൻ്റെ നാമധേയം പോലെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. കഷ്ടപ്പാടിൻ്റെ പൂരാടമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞൊരു 5 വർഷം എന്ന് പറയുന്നത്. നിങ്ങൾ എടുത്തു നോക്കിക്കൊള്ളൂ. പൂരാടംകാർ എവിടെയുണ്ട് എന്നുണ്ടെങ്കിലും അവിടെ കിടന്ന് വട്ടം കറങ്ങുന്ന ഒരവസ്ഥയാണ്. അതായത് പണ്ടൊക്കെ ഉള്ളവർ പറയും, കറങ്ങിയവനെ പിടിച്ചവനും കറങ്ങി എന്ന് പറയുന്ന അവസ്ഥ. പൂരാടംകാരുള്ള വീട്ടിൽ പൂരാടം നക്ഷത്രം ജീവിതത്തിൽ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ആ വീട്ടിലുള്ളവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പലപ്പോഴും പല മനപ്രയാസങ്ങളും
ഇവർ മൂലം വീടിനും വീട് മൂലം ഇവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. സമാധാനം എന്തെന്നുള്ളത് പൂരാടൻകാർ അറിഞ്ഞിട്ടില്ല. പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നിസ്സഹായനായി പല അവസ്ഥകളിലും ജീവിതത്തെയും സ്വന്തം ഗൃഹത്തെയും നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അവസ്ഥയൊക്കെ പൂരാടൻകാരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പൂരാടൻകാർ ശരിയല്ലേ? പലപ്പോഴും മനപ്രയാസപ്പെട്ട് കരഞ്ഞു പോയ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. തകർന്നിരുന്ന് പോയ, ദൈവമേ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ദൈവമേ എങ്ങനെ ജീവിക്കുമെന്ന് കരുതി ഈശ്വരനെ വിളിച്ച അവസരങ്ങളുണ്ട്. ഏതോ ഒരു ഈശ്വര ശക്തിയുടെ ഒരു ഉള്ളിലുള്ള ഒരു ചൈതന്യം കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത് എന്ന് പറയുന്നത്. ആ അനുഗ്രഹം നിങ്ങളെ വിട്ടു പോകത്തില്ല കേട്ടോ. ആ ഉള്ളിലുള്ള ചൈതന്യം 100 മേനിയായിട്ട് പുറത്തേക്ക് പ്രകാശിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ അവതരിക്കാൻ പോവുകയാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ട്. സർവം ഗംഭീരമായി കിട്ടും. ജീവിതത്തിലെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്ന ഒരു നല്ല കാലം പിറക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. 26-ാം തീയതി കഴിയട്ടെ, എല്ലാം ശരിയാവും. കുറേശ്ശെ കാര്യങ്ങൾ മംഗളമായി വരും. ജീവിതം വിജയതീരത്ത് അടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗദുരിതങ്ങളടക്കം പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, തൊഴിൽ ചെയ്യുന്നിടത്ത് പല രീതിയിലുള്ള കലഹങ്ങൾ, പല രീതിയിലുള്ള മനപ്രയാസം, സ്ട്രെസ്സ് പോലെയുള്ള കാര്യങ്ങൾ. ജീവിതത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിനൊരു പുരോഗതി ഉണ്ടാകാത്ത അവസ്ഥ, എല്ലാം മന്ദീഭവിച്ച് കിടക്കുന്ന അവസ്ഥ, ഒന്നും നേടാൻ സാധിക്കാതെ വല്ലാതെ കിടന്ന് ജീവിതത്തിൽ ഉഴലിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. തന്നെക്കാൾ പകുതി കഴിവുകളും പകുതി പ്രാപ്തിയും പകുതി വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ പല രീതിയിൽ ജീവിതത്തിൽ ഉയർച്ചകൾ കെട്ടിപ്പടുക്കുമ്പം ഇവരുടെ ജീവിതം മാത്രം ഇങ്ങനെ തല്ലിക്കെടുത്തിയിട്ടിരിക്കുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് ഞാൻ ഈ പറയുന്നത് റിലേറ്റ് ആവുമെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. പലപ്പോഴും നിങ്ങളുടെ പകുതിയിൽ പകുതി പ്രയത്നം പോലും ഇല്ലാത്തവർ, കഷ്ടപ്പെടാത്തവർ നിങ്ങളെക്കാൾ ഉയർന്ന രീതിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം കഷ്ടപ്പാട് മാത്രം മിച്ചമാകുന്ന ഒരവസ്ഥ, അതൊക്കെ മാറാൻ പോവുക കേട്ടോ. ആ കാര്യങ്ങൾക്കൊക്കെ, ആ കഷ്ടപ്പാട് ദുരിത കഷ്ടകാലങ്ങൾക്കൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. ആയുരാരോഗ്യ സൗഖ്യം വീണ്ടെടുക്കും. ജീവിതത്തിൽ ഉയർച്ചയിലേക്കുള്ള പല തുടക്കങ്ങൾക്കും ഈ 26 കഴിഞ്ഞ് കഴിയുമ്പം, ജൂൺ 26 കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കും. പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയും. പല പുതിയ കാര്യങ്ങളും ജീവിതത്തിൽ നടത്തിയെടുക്കുന്നത് വലിയ വിജയങ്ങളായിത്തീരും. ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ്. ധൈര്യമായിരിക്കും. ഞാൻ പറഞ്ഞത് അച്ചിട്ടായിട്ട് വരും. എൻ്റെ പ്രവചനം തെറ്റില്ല. ജഗദീശ്വരനൊപ്പം ഉണ്ട്. ഭഗവതി സാക്ഷിയാക്കി പറയുന്നു, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മാസങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഏതാണ്ട് വർഷ അവസാനം വരെ, ഏതാണ്ട് ഒരു ഡിസംബർ ജനുവരി മാസം വരെ, ഈ വർഷം 2026 ഡിസംബർ 2027 ജനുവരി വരെയുള്ള വരുന്ന അങ്ങോട്ടുള്ള 6 മാസക്കാലം വലിയ ചില സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കിട്ടും എന്നുള്ളതാണ്. പല രീതിയിൽ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ പൂവണിയും. പല രീതിയിലുള്ള പ്രയത്നങ്ങൾ അതിൻ്റെ ഫലം കാണും. ചെന്ന് തൊടുന്നതൊക്കെ വിജയമായി തീരുകയും ചെയ്യുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഈ പൂരം നാൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതാണ്. അതായത് ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന പൂരം നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റു നക്ഷത്രങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾ പൂരം നക്ഷത്രക്കാരനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന മകൻ, മകൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മറ്റംഗങ്ങൾ, അവർക്കെല്ലാവർക്കും ഈ നക്ഷത്രത്തിൻ്റെ ഐശ്വര്യത്താൽ ഉയർച്ചയുണ്ടാവുമെന്നാണ് കാണുന്നത്. എല്ലാ നക്ഷത്രക്കാരും ഈ നക്ഷത്രത്തോട് ചേർന്ന് ഐശ്വര്യം പിൻപറ്റും എന്നുള്ളതാണ്. ഏറ്റവും ഐശ്വര്യമുള്ള ഒരു നക്ഷത്രമായി പൂരം ഒരു കുടുംബത്തിന് മാറുന്ന കാലമാണ് പിറക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് അച്ചിട്ടായിട്ട് വരും. ശനിപ്രീതിയുള്ള സമയമാണ്. ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇനി എത്ര വലിയ ജാതക ദോഷത്തിലൂടെ കടന്നു പോകുന്നു, ഇനി ജാതകത്തിൽ തന്നെ ശനിയുടെ ദോഷം ഉണ്ടെങ്കിൽ പോലും അത് മാറി നിൽക്കും. അതെല്ലാം ഐശ്വര്യമായി മാറുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ശനീശ്വരനെ പ്രാർത്ഥിക്കുക. ഓം ശനീശ്വരായ നമഃ ചൊല്ലി പ്രാർത്ഥിക്കുക. ജഗദീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്, നന്നായി വരും എന്നുള്ളതാണ്. അപ്പോൾ 8 നാളുകാരെ പറഞ്ഞു. ഇതിലൊരു നാളെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിരിക്കൂ, നല്ലതേ വരുള്ളൂ. അവരോട് ഇത് പറയുക. നന്നായിരിക്കട്ടെ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.